ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. കിടപ്പ് കണ്ട് സന്തോഷിക്കാനായിരുന്നു അല്ലേ? ആണെങ്കിൽ അതിൽ നിരക്കം തടി. എന്റെ നിത്യമോളുടെ ദേഹത്ത് കൈ വെച്ചത് നീയാണെങ്കിലും അവളാണെങ്കിലും നിന്റെ കൈ ഞാൻ വിട്ടു. അവളോട് കൂടി ഒന്ന് പറഞ്ഞേക്കെ. എവിടെയെങ്കിലും വെച്ച് അവളെ എന്റെ കയ്യിൽ കിട്ടും. അപ്പോ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. പിന്നെ ഈ വീട്ടിൽ അവൾ ഇനി കാല് കുത്താതിരിക്കാനുള്ള പണി അതെനിക്കറിയാം. അത് ഞാൻ ചെയ്തോളാം. എന്താ മോളെ? അച്ഛനെന്തിനാ എന്നോട് വീട്ടിലേക്ക് വരുന്നു ചോദിച്ചത്? പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയായില്ലേ? അതെ, അത് തന്നെ അച്ഛന്റെ മകളുടെ അഭിമാനത്തിന്റെ പ്രശ്നം. അച്ഛന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. അച്ഛനറിയാലോ, ഇഷ്ടപ്പെട്ടതൊന്നും ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടിയേ പറ്റൂ. കടയിൽ നിന്ന് കരഞ്ഞ് വാശി പിടിച്ച് ഒരു കളിപ്പാട്ടം വാങ്ങുന്നത് പോലെ അല്ല ജീവിതം. പെട്ടെന്ന് മടുക്കും. സാരമില്ല, ആയുഷ്കാലം മൊത്തം അഡ്വക്കേറ്റ് സിദ്ധാർത്ഥന്റെ ഭാര്യയായി കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? എടുത്തു ചാടി പറഞ്ഞതല്ലച്ച, നന്നായി ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞതാ. സിദ്ധുവിന്റെ ഭാര്യയാവുക എന്നത് എന്റെ ഒരു ആഗ്രഹം.